ഇത്രയൊക്കെ അനുകൂല തരംഗങ്ങൾ ഉണ്ടായിട്ടും, അതായത് അനുകൂല തരംഗം എന്ന് പറയുന്നത് ബി ജെ പിക്ക് എല്ലാ കാര്യങ്ങളിലും എന്തു വേണമെങ്കിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും പണവും സ്വാധീനവും ഒക്കെ ഉണ്ടായിട്ടും മറ്റ് സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് നേട്ടം അതുവഴി ഉണ്ടാക്കിയെടുത്തിട്ടും കേരളത്തിൽ മാത്രം നേട്ടം കൊയ്യാത്തതിന്റെ കാരണം എന്ന് പറയുന്നത്, ഇവര് സാധാരണ ബി ജെ പി മറ്റേ നമ്മുടെ RV ബാബുവും ശശികലയ്ക്കുള്ള ഒരു സംഘടന ഉണ്ടല്ലോ, ഹിന്ദു ഐക്യവേദി, അതിൽ നിൽക്കുന്ന നേതാക്കന്മാരൊക്കെ പോലെ ഇവർ ഈ ജയിച്ച 3 പേരും വർഗീയത പറയുന്നവരല്ല. തമ്മിൽ ഭേദം കൊമ്പനെന്ന് പറഞ്ഞ പോലെ ഗോപകുമാർ അദ്ദേഹം ഒരു അധ്യാപകനാണ്. കഴിഞ്ഞ തവണ ബി ജെ പിക്ക് കിട്ടിയതിനേക്കാൾ കുറഞ്ഞ വോട്ടും ഏകദേശം ഒരു 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഗോപാലൻ അവിടെ തോറ്റു. അല്ല, ഗുരുവായൂരപ്പന്റെ മണ്ണിലെ ജനങ്ങൾ അയാളെ തോൽപ്പിച്ചു. രാവിലെ എഴുന്നേക്കുന്നത് തന്നെ മുസ്ലിങ്ങൾ എന്ന ചിന്ത കൊണ്ട് എഴുന്നേക്കില്ലേ. സത്യത്തിൽ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, അതുപോലെ ദാരിദ്ര്യത്തെയാണ്, തൊഴിലില്ലായ്മയാണ്, ഇവിടെയുള്ള സാങ്കേതികമായ പ്രശ്നങ്ങളെയാണ് നിങ്ങൾ അത്തരം പ്രശ്നങ്ങളെ ശത്രുവായി കണ്ടുകൊണ്ട് അതിനെ പരിഹരിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടും. ബി ജെ പി കേരളത്തിൽ 3 സീറ്റുകളിൽ വിജയിച്ചു എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് ബി ജെ പി നിർത്തിയ 140 സ്ഥാനാർത്ഥികളിൽ 137 പേരെയും മലയാളികൾ പരാജയപ്പെടുത്തി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അതിനൊരു കാരണമുണ്ട് കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞല്ല. അതായത് കേന്ദ്രം ഭരിക്കുന്ന കഴിഞ്ഞ 12 വർഷക്കാലത്തോളമായി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി. കോടാനുകോടികൾ സ്വത്ത്, അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള എല്ലാ കമ്മീഷനുകളും നമുക്കറിയാം, എല്ലാം ബി ജെ പി പാർട്ടിയുടെ അണ്ടറിൽ, ബി ജെ പി സർക്കാരിന്റെ അണ്ടറിലാണെന്ന് നമുക്കറിയാം. അത്രയേറെ ഫാക്ട് ഉണ്ടായിട്ട് പോലും കോടാനുകോടി രൂപ കേരളത്തിലെ ഇലക്ഷന് വേണ്ടി ചിലവഴിച്ചിട്ട് പോലും കേരളത്തിൽ വെറും 3 സീറ്റിൽ, അത് ഭാഗ്യം കൊണ്ട്, കഴക്കൂട്ടം ഭാഗ്യം കൊണ്ട് മാത്രമാണ് കിട്ടിയതെന്ന് പറയേണ്ടി വരും. ചാത്തന്നൂരും നിയമവും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു ഫാക്ട് അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോ 2 അല്ല 3 കൂട്ടിക്കും, 3 നേടി. ഇത്രയൊക്കെ ആയിട്ടും അവർക്ക് 3 സീറ്റ് നേടാനേ കഴിഞ്ഞുള്ളൂ. ബാക്കി 137 സീറ്റിലും അവർ പരാജയപ്പെട്ടു. പല മണ്ഡലങ്ങളിലും കഴിഞ്ഞ ഇലക്ഷനിലെ വോട്ടിൽ നിന്നും താഴോട്ട് കുത്തനെ ഇടിഞ്ഞു, അല്ലെ? അങ്ങനെ നോക്കുമ്പോൾ ബി ജെ പിക്ക് ഒരു കനത്ത പരാജയമാണ് ഈ ഒരു ഇലക്ഷൻ സംഭവിച്ചത്. ഇനി ബി ജെ പിക്ക് ഏറ്റ പരാജയത്തിന്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇത്രയൊക്കെ അനുകൂല തരംഗങ്ങൾ ഉണ്ടായിട്ടും, അതായത് അനുകൂല തരംഗം എന്ന് പറയുന്നത് ബി ജെ പിക്ക് എല്ലാ കാര്യങ്ങളിലും എന്തു വേണമെങ്കിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും പണവും സ്വാധീനവും ഒക്കെ ഉണ്ടായിട്ടും മറ്റ് സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് നേട്ടം അതുവഴി ഉണ്ടാക്കിയെടുത്തിട്ടും കേരളത്തിൽ മാത്രം നേട്ടം കൊയ്യാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ് കേട്ടോ, ബി ജെ പിക്കാരെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ പാർട്ടിയിലെ നേതാക്കന്മാരുടെ ഉള്ളിലെ വർഗീയതയാണ് ഒന്നാമത്തെ കാര്യം. അതിന്റെ ബെറ്റർ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഗോപാലൻ. പുള്ളിക്കാരൻ ഗുരുവായൂരിൽ വന്നിട്ട് പ്രചരണത്തിന്റെ ഫസ്റ്റ് ഡേ, അതായത് ഇലക്ഷൻ പ്രചരണത്തിന്റെ ഫസ്റ്റ് ഡേ പറഞ്ഞതാണ്, ഗുരുവായൂരിൽ ഇതുവരെ മുസ്ലിം അല്ലാത്ത ഒരു MLA ഉണ്ടായിട്ടില്ല. അത് പറയുക മാത്രമല്ല, ഗുരുവായൂരിലെ ടൗണിലെ ജംഗ്ഷനിൽ ഫ്ലെക്സ് അടിച്ച് 1977 മുതൽ 77 അതിന് മുമ്പില്ല കേട്ടോ, അതിനു മുമ്പ് അവിടെ ഹിന്ദു MLA മാർ വന്നിട്ടുണ്ട്. പക്ഷെ 77 മുതൽ ഇങ്ങോട്ടുള്ള MLA മാരുടെ പേരും ലിസ്റ്റും ഒക്കെ എഴുതി അവിടെ വെച്ചു. അങ്ങനെ പ്രചരണം നടത്തി. എന്തിനേറെ പറയണം, ഇന്നലെ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് കിട്ടിയതിനേക്കാൾ കുറഞ്ഞ വോട്ടും ഏകദേശം ഒരു 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഗോപാലൻ അവിടെ തോറ്റു. അല്ല, ഗുരുവായൂരപ്പന്റെ മണ്ണിലെ ജനങ്ങൾ അയാളെ തോൽപ്പിച്ചു. എന്തുകൊണ്ടാണ്? മറ്റേ വർഗീയത. അതുള്ളിടത്തോളം കാലം മനസ്സിലാക്കിക്കോ, കേരളത്തെ കുറിച്ച് നിങ്ങൾക്ക് ഇവിടെ ഒരു സീറ്റ് പോലും കിട്ടില്ല. പിന്നെ 3 സീറ്റ് കിട്ടിയത് എങ്ങനെയാന്ന് വെച്ചാൽ 2 സീറ്റ് 3 ഉണ്ടെങ്കിലും 1 ലക്കിന് കിട്ടിയതാണ്. അവരുടെ സ്വഭാവം നോക്കൂ. 3 പേര്, ഒന്ന് നമ്മുടെ BJP അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ, പിന്നെ കഴക്കൂട്ടത്ത് വിജയിച്ച ശ്രീ മുരളീധരൻ, പിന്നെ ചാത്തന്നൂരിൽ ഗോപകുമാർ. ഇവര് 3 പേരിലും വർഗീയത പറയല് കുറച്ച് കുറവാണ്.
ഇവര് സാധാരണ BJP മറ്റേ നമ്മുടെ RV ബാബുവും ശശികലയ്ക്കുള്ള സംഘടന ഉണ്ടല്ലോ, ഹിന്ദു ഐക്യവേദി, അതിൽ നിൽക്കുന്ന നേതാക്കന്മാരൊക്കെ പോലെ ഇവർ ഈ ജയിച്ച 3 പേരും വർഗീയത പറയുന്നവരല്ല. തമ്മിൽ ഭേദം തൊമ്മലെന്ന് പറഞ്ഞ പോലെ ഗോപകുമാർ അദ്ദേഹം ഒരു അധ്യാപകനാണ്. ചാത്തന്നൂരിലെ ആളുകൾക്കെല്ലാം അറിയാവുന്ന നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. ഒരു അധ്യാപകനാണ്. അതിലൊരു ക്വാളിറ്റി ഉണ്ട്. അധ്യാപകർ എല്ലാവരും നല്ലവരാന്നല്ല കേട്ടോ. ശശികല എന്ന് പറയുന്ന അവർ ടീച്ചറാണ്, അവരുടെ സ്വഭാവം നമുക്കറിയാലോ. പക്ഷെ ഗോപകുമാർ വർഗീയത പറയുന്ന ഒരു മനുഷ്യനല്ല. മുരളീധരനും അത് പറയുന്ന പോലെ വർഗീയത അധികം അങ്ങനെ പറയില്ല. പാർട്ടിയെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി അങ്ങനെയാണെങ്കിൽ പറയുന്നതല്ലാതെ വർഗീയത വെച്ച് പുലമ്പില്ല. അതായത് മുസ്ലിങ്ങൾ തീവ്രവാദികളാണ്, അല്ലെങ്കിൽ ക്രൈസ്തവരൊക്കെ മറ്റേ പ്രശ്നക്കാരാണ്, അതുപോലെ ഹിന്ദുക്കളുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നു, ജോലി തട്ടിയെടുക്കുന്നു, പിന്നെ ഉണ്ടല്ലോ കുറെ ലവ് മാരേജിന് വേറെ സംഭവം, ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് പോലുള്ള കുറെ സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പക്ഷെ അത്തരം കാര്യങ്ങളൊന്നും ഇവര് 3 പേരും, രാജീവ് ചന്ദ്രശേഖരനാണെങ്കിലും പിന്നെ ഗോപകുമാർ ആണെങ്കിലും മുരളീധരനാണെങ്കിലും എനിക്ക് കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. അതും മാക്സിമം പറയാതിരിക്കാൻ നോക്കും. പിന്നെ പാർട്ടിയെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പാർട്ടിയെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലതൊക്കെ പറഞ്ഞെങ്കിലേ ഉള്ളൂ. എന്തായാലും ജയിച്ചവർ 3 പേരും ഈ പറയുന്ന പോലെ കുറച്ചൊക്കെ നല്ല ആളുകൾ തന്നെയാണ്. കാരണം അവര് സാധാരണ വർഗീയത പറയുന്ന BJP നേതാക്കന്മാരെ പോലെയല്ല. അതിൽ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, കേരളത്തിൽ വർഗീയത വിളമ്പുന്ന ഒരുത്തനെയും അംഗീകരിക്കില്ല. പ്രത്യേകിച്ച് ഇവിടെയുള്ള ഹിന്ദു സമൂഹം. അവർക്ക് വർഗീയത ഇഷ്ടമല്ലെന്നേ. അവര് മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും മതം ഉള്ളവരെയും ഇല്ലാത്തവരെയും എല്ലാം മുറുകെ പിടിച്ച് പരസ്പരം കെട്ടിപ്പുണർന്ന് ജീവിക്കുന്നവരാ. സോ അതാണ് ഈ ഇലക്ഷൻ തരുന്ന പാഠം എന്ന് പറയുന്നത്. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, BJP ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് ഇത്രയും കാര്യങ്ങളുണ്ട്. കേന്ദ്രം 12 വർഷമായിട്ട് നിങ്ങൾ ഭരിക്കുന്നു, നിങ്ങൾക്ക് കോടാനുകോടി സ്വത്തുണ്ട്, എത്ര കോടി രൂപ ഇവിടെ ഇറക്കി ഇലക്ഷന് വേണ്ടിയിട്ട്, എല്ലാ കമ്മീഷനും നിങ്ങളുടെ പക്കലാണ്. എന്നിട്ട് പോലും ഇവിടെ വിജയിക്കാൻ കഴിഞ്ഞില്ല. അതായത് 140 മണ്ഡലങ്ങളിൽ 137 മണ്ഡലങ്ങളും നിങ്ങൾ പരാജയപ്പെട്ടു. മറ്റു സംസ്ഥാനങ്ങളിൽ വിജയിച്ചു. പക്ഷെ കേരളത്തിൽ പരാജയപ്പെട്ടു. എന്തുകൊണ്ടാ? വർഗീയത ചേരാൻ ഇവിടെ പൊഴുങ്ങാൻ പറ്റുന്നില്ലെന്ന് മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ദയവ് ചെയ്ത് നിങ്ങൾ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. നേരത്തെ പറഞ്ഞു ശശികലയും പിന്നെ RV ബാബു അതുപോലുള്ള ആളുകൾ ഒരിക്കലും നന്നാവും തോന്നില്ല. പ്രദീപ് വിശ്വനാഥ് പറഞ്ഞ കുറെ നേതാക്കന്മാരുണ്ടല്ലോ, അവരൊന്നും നന്നാവും തോന്നുന്നില്ല. കാര്യം അവര് അങ്ങനെ ശീലിച്ചു പോയി. രാവിലെ എഴുന്നേക്കുന്ന തന്നെ മുസ്ലിങ്ങൾ എന്ന ചിന്ത കൊണ്ട് എഴുന്നേക്കില്ലേ. സത്യത്തിൽ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മളെ സമുദായത്തിൽപ്പെട്ട മുസ്ലിങ്ങൾ പോലും ഇങ്ങനെ മുസ്ലിങ്ങളെ കുറിച്ച് ചിന്തിക്കാറില്ല. ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ജോലിക്ക് പോകണം, പൈസ ഉണ്ടാക്കണം, അരി മേടിക്കണം, കുടുംബം പോറ്റണം എന്നൊക്കെയാണ് ചിന്താഗതിയാ. പക്ഷെ മറ്റൊരങ്ങനല്ല. അവര് രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ മുസ്ലിങ്ങൾ ഇന്ന് എന്ത് പോസ്റ്റ് ഇടണം എന്ന് ചിന്തിച്ച് എഴുന്നേൽക്കുന്നവരാണ്. സോ അവരെ നന്നാക്കാനല്ല. പക്ഷെ ഈ ഒരു ഇലക്ഷൻ റിസൾട്ട് നിങ്ങളൊരു തെളിവായി എടുത്തുകൊണ്ട് BJPയിലെ യുവ നേതാക്കൾ, അവരോട് എനിക്ക് പറയാനുള്ളത്, വർഗീയത മാറ്റിയേക്ക്. നിങ്ങൾക്കൊരു ശത്രുവിനെ വേണം. പ്രത്യക്ഷത്തിൽ ഒരു രാഷ്ട്രീയ ശത്രുവിന് ആവശ്യമുണ്ട്. ആ ശത്രു എന്നത് ഇവിടുത്തെ മുസ്ലിങ്ങളോ ദലിതരോ ക്രൈസ്തവരോ അല്ല. നിങ്ങൾ ശത്രുവായിട്ട് കാണേണ്ടത് നമ്മുടെ ഇന്ത്യയിലെ പട്ടിണിയെയാണ്, അതുപോലെ ദാരിദ്ര്യത്തെയാണ്, തൊഴിലില്ലായ്മയാണ്, ഇവിടെയുള്ള സാങ്കേതികമായ പ്രശ്നങ്ങളെയാണ്. നിങ്ങൾ അത്തരം പ്രശ്നങ്ങളെ ശത്രുവായി കണ്ടുകൊണ്ട് അതിനെ പരിഹരിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടും. കേരളത്തിലെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് മിതവാദികളായ ഇവിടെയുള്ള മുസ്ലിമിനെയും ഹിന്ദുവിനെയും ക്രൈസ്തവനെയും ദലിതനെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയൊക്കെ സ്നേഹിക്കുന്ന, അവരെയൊക്കെ പരിഗണിക്കുന്നവരെയാണ് കേരളം ഇഷ്ടപ്പെടുന്നത്. അതിന്റെ തെളിവാണല്ലോ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇനി BJPയിലെ യുവ നേതാക്കൾ ചെയ്യേണ്ടത്, വർഗീയമായ ഈ ശത്രുത കളഞ്ഞിട്ട് എല്ലാരെയും സ്നേഹിക്കാൻ പഠിക്കും. നിങ്ങൾ കാണുന്നവരെയൊക്കെ അവരെയൊക്കെ ഒന്ന് ഷേക്ക് ഹാൻഡ് കൊടുക്കൂ, ചിരിച്ചു കാണിക്കൂ. മനസ്സിലെ വർഗീയതയും അത്തരം ചിന്താഗതികളൊന്നും വേണ്ട. രാഷ്ട്രീയം വളർത്താൻ മതം ആവശ്യമില്ല. എല്ലാ സ്ഥലങ്ങളിലും അല്ല കേട്ടോ. കാര്യം BJP വളർന്നു വന്നത് മതം കൊണ്ട് തന്നെയാണ്. അത് നമുക്ക് പറയാൻ നമുക്കറിയാതെ. പക്ഷെ കേരളത്തിലെങ്കിലും അതില്ലാതെ
ചിന്തിക്കണം. കാര്യം നമ്മളൊക്കെ എഡ്യൂക്കേറ്റഡ് ആണ്, നമ്മളൊക്കെ അത്യാവശ്യം സംസ്കാരവും അതുപോലെ തന്നെ സാമ്പത്തികവും കാര്യങ്ങളും ഒക്കെ ഉള്ള നമുക്ക് മതത്തിന്റെ പ്രശ്നങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഇനിയെങ്കിലും ഈ ഇലക്ഷൻ റിസൾട്ട് തെളിവായി വെച്ചുകൊണ്ട് നമുക്ക് വികസനത്തെ കുറിച്ച് ഇവിടെയുള്ള എത്രയോ ആളുകൾ ഹൈന്ദവ സമൂഹത്തിൽ പെട്ട തന്നെ എടുത്തോളൂ നിങ്ങൾ, എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ പാവങ്ങളുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, പിന്നെ അതുപോലെ അസുഖം ബാധിച്ച് കിടക്കുന്നവരുണ്ട്, വീടില്ലാത്തവരുണ്ട്. അവരെ സഹായിക്കുന്ന രീതിയിൽ ഒപ്പം തന്നെ മറ്റ് സമുദായത്തിൽപ്പെട്ട മറ്റു മനുഷ്യരെയും സഹായിക്കുന്ന രീതിയിലൊക്കെ നിങ്ങൾ വരികയാണെങ്കിൽ ഒരുപക്ഷെ അടുത്ത ഇലക്ഷനിൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോപ്പ് ഉണ്ടാവും. കേരളം അങ്ങനെയാണെന്നേ. നമ്മുടെ ഈ കേരളം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഇവിടെയുള്ള ജനങ്ങളും അങ്ങനെ ചിന്തിക്കുന്നവരാണ്. സ്നേഹത്തെയും ആത്മാർത്ഥതയെയും ഹസ്തദാനങ്ങളെയും കെട്ടിപ്പിടിക്കുന്നതിനെയും സ്നേഹം പങ്കുവെക്കുന്നതിനെയും മതസൗഹാർദ്ദത്തെയും മനുഷ്യ സൗഹാർദ്ദത്തെയും ഒക്കെ അംഗീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തവരാണ് മലയാളികൾ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോ ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു, BJP-യുടെ യുവ നേതാക്കന്മാർ ചിന്തിക്കേണ്ടത് നമുക്ക് വർഗീയത വേണ്ട, അത് വിട്ടേ. നമുക്ക് വികസനം, സ്നേഹം, ആത്മാർത്ഥത, പരസ്പരമുള്ള ബഹുമാനം, മനുഷ്യ മത സൗഹാർദ്ദം, ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ അടുത്ത ഇലക്ഷനിൽ എന്തെങ്കിലും നല്ല സ്കോപ്പ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ.